സൂംബ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാൻ, ലഹരിക്കെതിരായ കായിക പരിശീലനം എന്നുള്ള നിലയിൽ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചോ തുടങ്ങി. അതിനെതിരായ ചില ശബ്ദങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിപ്പോൾ നമ്മളുടെ പുതിയ തലമുറയുടെ എനർജി ലെവൽ വളരെ ഹൈ ആണ്. അത് കൃത്യമായി ചാനലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ എപ്പോഴും ഈ ലഹരിക്കെല്ലാം അടിമകളാവുന്നത്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, പല പ്രലോഭനം കൊണ്ടാണ്, അറിയാതെ തന്നെ അതിന് അടിമപ്പെടുകയാണ്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, എനർജി ചാനലൈസ് ചെയ്യാനും അവരുടെ ഊർജ്ജം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ് സൂംബ എന്ന് പറയുന്നത്. അതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല, കാരണം വളരെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. അത് വ്യായാമം കൂടിയാണല്ലോ. കാരണം ഇപ്പം മിക്കവാറും സമയം നമ്മൾ ഫോണിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ടി വിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അപ്പം ഈ ഒരു വ്യായാമം വളരെ നല്ലതാണ്, വളരെ പോസിറ്റീവാണ്. ഞങ്ങളിപ്പം കഴിഞ്ഞ ഹോളിഡേയ്സ് ഞങ്ങൾ കുറേ കുട്ടികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ സൂംബ അതിൻ്റെ ഭാഗമായിരുന്നു. കുട്ടികൾ വളരെ ആവേശകരമായിട്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും അവർ എൻജോയ് ചെയ്തതും. അപ്പം അങ്ങനെ കാര്യങ്ങൾ കുട്ടികൾക്ക് നല്ലതാണ്. കാരണം മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് കാരണമായി പറയുന്നത് ഇതിന് ഓരോ തടസ്സവാദങ്ങൾ. അതിനെക്കുറിച്ച് എന്താ പറയുക, ആൺകുട്ടികളും പെൺകുട്ടികളും സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ, അവരൊരുമിച്ച് പഠിക്കുന്നവരല്ലേ, ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ, അവർ തമ്മിൽ എന്താ ഒരുമിച്ച് ഡാൻസ് ചെയ്ത് എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണത്. താങ്ക് യു.